ായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളുകളെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഈശോയെ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന ആരാധന. സന്തോഷത്തോടെ ഭക്തിയോടെ കർത്താവിൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങൾ വെളുപ്പിനെ 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ്. കർത്താവിനതറിയാം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനാണ് നിങ്ങൾ വന്നത്. കർത്താവിൻ്റെ തിരുമുറുപാർന്ന വലതുകരത്താൽ എൻ്റെ മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും നീ ഇപ്പോഴനുഭവിക്കുന്ന കണ്ണീരിൽ നിന്നൊക്കെ വിടു നൽകുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. പാടുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പാട്ട് തന്നെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴച്ഛൻ നിങ്ങളെ ആശീർവദിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ. എനിക്ക് വലിയ പ്രതീക്ഷയും സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ മക്കൾ കർത്താവിൻ്റെ അവകാശമോഹരിയുമായ മക്കളാണ്. അവിടെ എന്തു തന്നെ വിഷയങ്ങളായാലും അവരുടെ യോഗ്യതകളെക്കാളുപരി അവരുടെ കണ്ണീരിൻ്റെ ബലം കൊണ്ട് അവരുടെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈശോ പറയുന്ന ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 ഒരുമിച്ച് പാടുക സ്വരത്തിലെ.
മക്കളെ, രോഗമുള്ളിടത്ത് വിശ്വാസത്തിന് കൈകൾ വെക്കുക. ഈ രോഗം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ വചനത്തിലെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ നാമത്തിൽ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്നത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് നാമത്തെ ആരാധനയോടെ മഹത്വപ്പെടുത്തണമേ. ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലിക്ക് വേണ്ടി ഇപ്പോഴേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മനസ്സ് കലക്കത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിപ്പിക്കണം എന്നറിയാൻ പാടില്ലാതെ കുഴയുന്നവർ, അവർക്കെല്ലാം ഈ ആഴ്ചയിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് സാക്ഷ്യം പറയണത് ഇങ്ങനെയാണ്: അമ്മേ, ഞാൻ കാനഡയിൽ ഒറ്റക്കാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഉടമ്പടി അമ്മയും അവളും ചെന്നപ്പോൾ എടുത്ത ഉടമ്പടിയെക്കുറിച്ച് അവൾക്ക് ഭയങ്കര ബോധ്യമാണ്. പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെ മാറി മറിയണതും അമ്മ അവളെ ഒരേ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോകണ കണ്ട കണ്ണ് നിറഞ്ഞു പോയി. അതൊന്നും പറയാൻ നമുക്കിവിടെ ഇന്ന് സമയമില്ല, ഞാൻ ഒരിക്കലത് പറയാം. എങ്കിലും ആ സാക്ഷ്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സാക്ഷ്യത്തിലതുണ്ട്, സൂപ്പർ സാക്ഷ്യം. അവർക്ക് എടുക്കുന്ന നിലപാടുകളാണ്. വിശ്വാസം ഒരു നിലപാടാണ്, മറിയം ഒരു നിലപാടാണ്. നിനക്കില്ല, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് അപമാനം വരാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാർമേഘങ്ങൾ ജീവിതം ഡാർക്കാകാൻ പോകുന്നു എന്നാണ് അമ്മ കാനായിലെ കല്യാണത്തിൽ ഈശോയോട് പറഞ്ഞത്. അവർക്ക് വീഞ്ഞില്ല, അവരുടെ ജീവിതം മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ പോകുന്നു, അവർ ഡാർക്കാകാൻ പോകുന്നു. അപ്പോഴാണ് കർത്താവ് തൻ്റെ കൈകൾ നീട്ടിയത്. മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ആ കൈകൾ ദൈവപൈതലേ ഇപ്പോഴ് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഉയരുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജോലിയില്ലാത്തവര്, ജപ്തി നടപടി നേടുന്നവര്, കുടുംബ വഴക്കിലകപ്പെട്ടവര്, ഭാര്യഭർത്തക്കന്മാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നവര്, കേസിലായവര്, കർത്താവ് മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജപ്തി നടപടി നേടുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, പലതരത്തിലുള്ള വിഷമത അനുഭവിക്കുന്ന മാരക രോഗങ്ങള്, തീരാവേദനകള്, ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പാടുക.
നിൽക്കുക. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ അച്ഛനെ കാണാൻ രാവിലെ എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഈ ആഴ്ച ഒരു ദിവസം അച്ഛനില്ല. അപ്പം നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം. എല്ലാ ദിവസവും അല്ല, ബുധനാഴ്ചയാണ് ഇത്തിരി ചെറിയ പ്രശ്നമുള്ളത്. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം അച്ഛൻ ബുധനാഴ്ച ഉണ്ടാകുമോ ഇല്ലയോ ചോദിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട്, ഒരു പ്രശ്നമില്ല. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാർ കാണുന്ന ദിവസമല്ല, നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാ ദിവസവും തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ ബുധനാഴ്ച മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി വെള്ളി, ശനി എല്ലാ ദിവസവും അച്ഛനുണ്ട്. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ